ഡിസംബർ 25 ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ഒത്തുകൂടും. ആഹ്ലാദകരമായ കരോളുകൾ, പ്രത്യേക ആരാധനാക്രമങ്ങൾ, ശുഭ്രമായി പൊതിഞ്ഞ സമ്മാനങ്ങൾ, പ്രത്യേക ഭക്ഷണങ്ങൾ, ഇവയെല്ലാം ക്രിസ്മസ് കാലത്തിൻ്റെ സവിശേഷതകളാണ്. മണ്ണിലും വിണ്ണിലും മനസ്സിൻ്റെ നടുമുറ്റങ്ങളിലും വർണ്ണരാജികൾ വിരിയിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ നക്ഷത്രക്കുഞ്ഞുങ്ങൾ എരിഞ്ഞു കത്തുന്ന രാവുകൾ ജാതിമതഭേദമന്യേ ലോകം ആഘോഷിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ജനന ദിവസം ഡിസംബർ 25 എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് എല്ലാ കാലത്തെയും ചിന്താവിഷയമാണ്. പ്രധാനമായി 3 കാരണങ്ങളാണ് യേശുവിൻ്റെ ജനന തീയതി ഡിസംബർ 25 ബന്ധപ്പെടുന്നവർ അവകാശപ്പെടുന്നത്. 1. ഡിസംബർ 25 മാർച്ച് 25 ശേഷം 9 മാസങ്ങളാണുള്ളത്. അത് ചരിത്രകാരനായ സെക്സ്റ്റസ് ആഫ്രിക്കാനസും ആദിമ സഭാപിതാവായ തെർത്തില്യനും പെസഹ തീയതിയായി മാർച്ച് 25 കണക്കാക്കുന്നു. 2. യേശുവിനെ അമ്മ മറിയ ഗർഭം ധരിച്ചത് മാർച്ച് 25 അന്ന് ലോകത്തിൻ്റെ സൃഷ്ടിയുടെ വാർഷികമായിരുന്നു. ആ തീയതിയിലെ ഗർഭധാരണം ഡിസംബർ 25 ജനനത്തിലേക്ക് നയിക്കും എന്ന സിദ്ധാന്തം. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട് ലോകത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ദിവസം തന്നെ ജനിച്ചു, ഗർഭധാരണം ചെയ്യപ്പെട്ടു എന്നുള്ളത് അവർ അവകാശപ്പെടുന്നു. 3. ഡിസംബർ 25 ശീതകാല അറുതി ആഘോഷിക്കുന്ന ഒരു പുറജാതീയ ഉത്സവമായിരുന്നു. അതുവഴി ആളുകൾക്ക് ഒരു പുറജാതീയ ആഘോഷങ്ങൾക്ക് ഒരു ക്രിസ്ത്യൻ ബദൽ വാഗ്ദാനം ചെയ്യുമെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ യേശുവിൻ്റെ ജനന ദിവസത്തെക്കുറിച്ച് യാതൊരു സൂചനയും ബൈബിൾ നൽകുന്നില്ല. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന സുവിശേഷകർ 4 ജനനത്തെക്കുറിച്ച് ചില വാക്കുകൾ മാത്രം പരാമർശിച്ചിരിക്കുന്നു. ലേഖനകർത്താവായ പൗലോസ് യേശുവിൻ്റെ കാൽവരി മരണം ഉത്സവമായി ആഘോഷിക്കുവാനാണ് വിശ്വാസ സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നത്. യേശുവും തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ ഓർമ്മയ്ക്കായി കർത്തൃമേശ ആചരിക്കുവാനാണ് സൂചിപ്പിക്കുന്നത്. അത് തീർച്ചയായും ആ ജനനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരാചാരമല്ല, മറിച്ച് മരണത്തെയാണ്. യേശുവിൻ്റെ ശുശ്രൂഷ, അത്ഭുതങ്ങൾ, മരണം, പുനരുദ്ധാനം എന്നിവ 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെയും ക്രിസ്ത്യൻ എഴുത്തുകാർക്ക് പലപ്പോഴും താൽപ്പര്യമുള്ള വിഷയമായിരുന്നു. എന്നാൽ കാലക്രമേണ യേശുവിൻ്റെ ഉത്ഭവം ആശങ്കാജനകമായി മാറുകയാണ്. ഈ മാറ്റം നമുക്ക് പുതിയ നിയമത്തിൽ കണ്ടു തുടങ്ങാം. ആദ്യകാല രചനകളായ പൗലോസിൻ്റെയും മർക്കോസിൻ്റെയും എഴുത്തുകൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. മത്തായിയും ലൂക്കോസും ഈ സംഭവത്തിൻ്റെ സുപ്രസിദ്ധവും എന്നാൽ തികച്ചും വ്യത്യസ്തവുമായ വിവരണങ്ങൾ പ്രദാനം ചെയ്യുന്നു. എങ്കിലും ഇരുവരും ഒരു തീയതി വ്യക്തമാക്കുന്നില്ല. 2-ാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ ജനനത്തെയും ബാല്യത്തെയും കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തോമസിൻ്റെ ശൈശവ സുവിശേഷം, ജെയിംസിൻ്റെ പ്രോട്ടോ ഗോസ്പൽ തുടങ്ങിയ അപ്പോക്രിഫൽ രചനകളിൽ കാണുവാൻ കഴിയുന്നു. ഈ ഗ്രന്ഥങ്ങൾ യേശുവിൻ്റെ മുത്തച്ഛന്മാരുടെ പേരുകൾ മുതൽ അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ വിശദ വിവരങ്ങൾ വരെ നൽകുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ജനന തീയതി മാത്രം അവകാശപ്പെടുന്നില്ല. AD 200 ഈജിപ്തിലെ ഒരു ക്രിസ്ത്യൻ അധ്യാപകൻ യേശു ജനിച്ച തീയതി പരാമർശിക്കുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ ക്ലെമൻ്റ് പറയുന്നതനുസരിച്ച് പലരും പല ദിവസങ്ങളാണ് കർത്താവിൻ്റെ ജനന ദിവസമായി അന്ന് അവകാശപ്പെട്ടിരുന്നത്. മാർച്ച് 21, ഏപ്രിൽ 20, ഏപ്രിൽ 19, മാർച്ച് 25 എന്നീ വ്യത്യസ്ത ദിവസങ്ങൾ പലരും അവകാശപ്പെടുന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യേശുവിൻ്റെ ജനനത്തീയതിയിൽ വലിയ അനിശ്ചിതത്വമുണ്ടായി.
4-ാം നൂറ്റാണ്ടോടെ ഇപ്പോൾ ആഘോഷിക്കുന്ന 2 തീയതികളും പ്രാബല്യത്തിൽ വന്നു. പടിഞ്ഞാറൻ റോമ ഡിസംബർ 25-ഉം ഈജിപ്തിലും ഏഷ്യ മൈനറുമുള്ള അർമീനിയൻ സഭ ജനുവരി 6-നും യേശുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നു. ഇന്നും അത് തുടരുന്നുണ്ട്. മിക്ക ക്രിസ്ത്യാനികളും ഡിസംബർ 25 അംഗീകരിക്കുന്നത്. യേശു ജനിച്ച് 300 വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ഞുകാലത്തിൻ്റെ മധ്യത്തിൽ ജനനം ആഘോഷിക്കുവാൻ തുടങ്ങിയത്. അത് യേശുവിൻ്റെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട 2 തീയതികൾ ഏപ്രിൽ 6, മാർച്ച് 25. ഏപ്രിൽ 6 മുതൽ 10-ാം മാസം ജനുവരി 6-ഉം മാർച്ച് 25 മുതൽ 10-ാം മാസം ഡിസംബർ 25-ഉം ഒത്തുവരുന്നു. യേശു ജനിച്ചത് ഡിസംബർ 25 അല്ല എന്ന വാദം ഉന്നയിക്കുന്നവർ നിരത്തുന്ന തെളിവുകൾ. 1. കൂറിൻ്റെ ക്രമപ്രകാരം യോഹന്നാൻ സ്നാപകൻ്റെ പിതാവ് സെക്കരിയ പുരോഹിതൻ്റെ ശുശ്രൂഷ തീരുന്നത് ജൂൺ മാസത്തിലായിരിക്കണം. തൻ്റെ ശുശ്രൂഷ തികച്ച് വീട്ടിലെത്തിയ ശേഷമാണ് എലിസബത്ത് യോഹന്നാനെ ഗർഭം ധരിക്കുന്നത്. യോഹന്നാനും യേശുവും തമ്മിൽ 6 മാസത്തെ വയസ്സിന് വ്യത്യാസമുണ്ടായിരുന്നു. എലിസബത്തിൻ്റെ ഗർഭത്തിൻ്റെ 6-ാം മാസമായിരുന്നു യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ്റെ സന്ദർശനമുണ്ടായത്. അങ്ങനെയെങ്കിൽ യേശു ജനിച്ചത് സെപ്റ്റംബറിലായിരിക്കുമെന്ന് ഇവർ കരുതുന്നു. ഈ കണക്കുകൂട്ടലിൽ നിന്ന് രസകരമായ ചില പോയിന്റുകൾ ഉയർന്നു വരുന്നു. യേശുവിൻ്റെ ജനന സമയത്ത് ഇടയന്മാർ വെളിമ്പ്രദേശത്തായിരുന്നു എന്ന് രേഖകളുണ്ട്. സെപ്റ്റംബറിലാണെങ്കിൽ സൗമ്യമായ കാലാവസ്ഥയിൽ ഇത് സാധ്യമാണ്. മറിച്ച് ഡിസംബറിൽ ഭീകരമായ മഞ്ഞുവീഴ്ചയാണ് പലസ്തീൻ നാട്ടിൽ. ഈ കണക്കുകൂട്ടൽ അനുസരിച്ച് ഡിസംബർ 25 മറിയ യേശുവിനെ ഗർഭം ധരിച്ചതിനാണ് സാധ്യത കൂടുതൽ. മശിഹയ്ക്ക് വഴിയൊരുക്കുവാൻ വരുന്ന ഏലിയാവ് പെസഹാ നാളിൽ ജനിക്കുമെന്ന ഒരു പാരമ്പര്യം യഹൂദന്മാർക്കിടയിലുണ്ട്. ഈ കണക്കനുസരിച്ച് യോഹന്നാൻ്റെ ജനനം കൃത്യമാണ്. സെപ്റ്റംബറിലാണ് യേശു ജനിച്ചതെങ്കിൽ അത് 3 പ്രധാന യഹൂദ പെരുന്നാളുകളിലൊന്നായ സുക്കോത്തിൻ്റെ കാലമാണ്. കൂടാരങ്ങൾക്ക് ടാബർനാക്കിൾ എന്ന ലാറ്റിൻ വാക്കുണ്ട്. മനുഷ്യനോടുകൂടെ ദൈവം വസിക്കാനാണ് സമാഗമന കൂടാരം നിർമ്മിക്കാൻ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ പേര് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നായിരുന്നു. അതുകൊണ്ട് കൂടാര പെരുന്നാളിൻ്റെ ദിനമായ സെപ്റ്റംബറാണ് യേശുവിൻ്റെ ജനനത്തിന് കൂടുതൽ സ്വീകാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, യേശുവിൻ്റെ ജനനത്തിങ്കൽ നടന്ന സെൻസസ് ആയിരുന്നു. പൊതുവെ മഞ്ഞുവീഴ്ചയുള്ള ഡിസംബറിനേക്കാൾ സെപ്റ്റംബർ ആയിരിക്കാം ജനങ്ങൾക്ക് യാത്രാക്ലേശമില്ലാതെ ബേത്ലഹേമിലെത്താൻ കഴിയുന്നത്. ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ യേശു ജനിച്ച തീയതിയോ മാസമോ അല്ല നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ആ ജനനവും മരണവുമാണ്. അതിൽ നിഴലിക്കുന്ന ദൈവശാസ്ത്രമാണ്. അവിടുന്ന് ജനിച്ചു പുൽക്കൂട്ടിൽ. ആർക്കും താഴാവുന്നതിലപ്പുറം അവിടുന്ന് താഴ്ന്നു. പശുവിൻ്റെ ഉമനീരു വീണ് കുഴഞ്ഞ ആ പുൽക്കൂട്ടിൽ പാരിൻ്റെ പ്രാണനായി കൈകാലുകൾ ഇട്ടടിച്ച് കരയുന്നത് മനുഷ്യൻ്റെ പ്രതീക്ഷയുടെ ഉത്തുംഗശൃംഗം തന്നെയാണ്. ആർക്കും താഴാവുന്നതിനപ്പുറം അവിടുന്ന് താഴ്ന്നു. കീറ്റുശീലകൾ പുതച്ചു. ആർക്കും സഹിക്കാവുന്നതിനപ്പുറം അവിടുന്ന് ദാരിദ്ര്യം സഹിച്ചു. രാത്രികൾ അടുക്കുകയും പകലുകൾ കുറയുകയും ചെയ്യുമ്പോൾ നാം വെളിച്ചത്തിനായി കൊതിക്കുന്നു. ശീതകാലം തണുപ്പ് കൂട്ടുന്നതിനനുസരിച്ച് നാം ചൂടിനായി കൊതിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി മരണത്താൽ കഴുത്ത് ഞെരിച്ചതായി തോന്നുമ്പോൾ നമുക്ക് പ്രതീക്ഷയുടെയും ജീവിതത്തിൻ്റെയും അടയാളങ്ങൾ ആവശ്യമാണ്. പുറത്തേക്ക് പോകാനുള്ള അസൗകര്യം വർദ്ധിക്കുകയും സുഹൃത്തുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നും കൂടുതൽ ഒറ്റപ്പെടുമ്പോൾ നാം സഹവാസത്തിനായി കൊതിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായവനല്ലാതെ ആർക്കാണ് നമുക്ക് വെളിച്ചം പകരാനാവുക? നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പകർന്നവനല്ലാതെ ആർക്കാണ് നമുക്ക് ഊഷ്മളത നൽകാൻ കഴിയുക? മരണത്തിനപ്പുറം നമുക്ക് പ്രത്യാശ നൽകുന്നത്
ആരാണ്? നമുക്ക് വേണ്ടി മരണം ആസ്വദിക്കുക മാത്രമല്ല, വിജയത്തിൽ അതിനെ വിഴുങ്ങിയവൻ. വേറെ ആർക്കാണ് നമ്മെ ദൈവവുമായുള്ള സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക?